ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ എക്സസൈസ് 1Cയുടെ സൊല്യൂഷൻസ് ആണ്. Question 4x raised to minus 1 by 4 is expressed as 4x raised to minus 1 by 4 is expressed as 4x raised to minus 1 by 4 is expressed as പവർ നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -1 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? 1/x⁻1 എന്നായിരുന്നു. അപ്പോൾ x⁻−1/4 വരുമ്പോൾ എന്താണ്? 1/x⁻1/4 എന്ന് വരും. 4 × 1 4 4/x⁻1/4. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 4/x⁻1/4 ആയിരിക്കും. വാല്യൂ ഓഫ് 8⁻1/3 ഈസ് (1/3) വരുമ്പോൾ എന്താണ്? ക്യൂബ് റൂട്ട് ആണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 അല്ലേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓഫ് 8 എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 2 ആണ്. ഓപ്ഷൻ സി 2 ആണ്. വാല്യൂ ഓഫ് 2 × 32 ഹോൾ റേസ്ഡ് ടു 1/5. 2 × 32 ഹോൾ റേസ്ഡ് ടു 1/5. 2 × 32 ഹോൾ റേസ്ഡ് ടു 1/5 എന്താണ്? 32 എന്ന് പറയുന്നത് ഏതിൻ്റെ 5th പവറാണ്? 2⁵5 എന്ന് പറയുന്നത് 32 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്? 2 × 2⁵5 ഹോൾ റേസ്ഡ് ടു 1/5 എന്ന് എഴുതാം. a⁻m ഹോൾ റേസ്ഡ് ടു n എന്നാ? a⁻m എന്നാണ്. അപ്പോൾ എന്ത് എഴുതാം? 2 × 2⁵5/5 എന്ന് വരും. അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 2⁻1 അല്ലേ? അപ്പോൾ 2 × 2 ആൻസർ എത്ര വരും? 4 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി 4 ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് 4/32 ഹോൾ റേസ്ഡ് ടു 1/5. വാല്യൂ ഓഫ് 4/32 ഹോൾ റേസ്ഡ് ടു 1/5. 32 ഹോൾ റേസ്ഡ് ടു 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ 4/2 എത്രയാണ്? 2. ആൻസർ ബി 2 ആയിരിക്കും ആൻസർ. The value of 8/27 whole raised to 1/3 ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഏതിൻ്റെ ക്യൂബായിട്ട് എഴുതാം? 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2³ / 27 എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാണ്? 3യുടെ ക്യൂബാണ്. അപ്പോൾ 3³ എന്ന് എഴുതാം. ഹോൾ റേസ്ഡ് ടു 1/3. a⁻n/b⁻n നമുക്ക് എങ്ങനെ എഴുതാം? a/b ഹോൾ റേസ്ഡ് ടു n എന്ന് എഴുതാം. 2/3 ഹോൾ ക്യൂബ് ഹോൾ റേസ്ഡ് ടു 1/3 എന്ന് എഴുതാം. a⁻m ഹോൾ റേസ്ഡ് ടു n എന്നാണ്? a⁻m എന്നാണ്. 2/3 ഹോൾ ക്യൂബ് ഹോൾ റേസ്ഡ് ടു 1/3 വരുമ്പോൾ എന്ത് വരും? 2/3 ഹോൾ റേസ്ഡ് ടു 3 × 1/3 എന്ന് വരും. 3 × 1/3 എന്താണ്? 3/3. 3/3 എന്ന് പറയുമ്പോൾ 1 വരും. ആൻസർ എന്താണ്? 2/3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ 2/3 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് 2 × 256 ഹോൾ റേസ്ഡ് ടു -1/8. 2 × 256 ഹോൾ റേസ്ഡ് ടു -1/8 ആണ്. അപ്പം 2 × 1/256 ഹോൾ റേസ്ഡ് ടു 1/8 എന്ന് എഴുതാം. 256 എന്ന് പറയുന്നത് ഏതിൻ്റെ 8th പവറാണ് നോക്കാം. x⁻8 = 256 ആണ്. കാരണം എന്നാൽ ഇവിടെ 1/8 ആണ് വന്നത്. അതുകൊണ്ട് 256 എന്ന് പറയുന്നത് ഏതിൻ്റെ 8th പവറാണെന്ന് നോക്കാം. അപ്പം x⁻8 എന്ന് പറയുന്നത് 256 എന്താണ്? 2⁸8 അല്ലേ 256? 2⁸8 ആണ് 256. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1/2⁸8 ഹോൾ റേസ്ഡ് ടു 1/8 എന്ന് എഴുതാം. 2⁸8 ഹോൾ റേസ്ഡ് ടു 1/8 എന്താണ്? 2 ആണ്. 1/2 ആയിരിക്കും. 2 × 1/2 ആയിരിക്കും ആൻസർ വരുന്നത്. 2 × 1/2 എന്താണ്? 2 × 1 ക്യാൻസൽ ആയി വെച്ച് എന്ത് വന്നു? 1. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. 2 × 256 ഹോൾ റേസ്ഡ് ടു -1/8 ആൻസർ 1 ആയിരിക്കും. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2⁻1/2 × 4⁻3/4 is equal to 1/2 × 4⁻3/4. ഇവിടുത്തെ ബേസ് എന്താണ്? 2 ആണ്. നമുക്ക് രണ്ട് ടേംസിനെയും ബേസ് സെയിം ആക്കണം. രണ്ടിൻ്റെയും ബേസ് ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. 4നെ നമുക്ക് 2ൻ്റെ ടേംസിൽ എഴുതാമല്ലോ. എങ്ങനെയാണ്? 2² എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എന്താണ്? 2⁻1/2 × 2² ഹോൾ റേസ്ഡ് ടു 3/4. അപ്പോൾ എന്തായാലും 2⁻1/2 m ഹോൾ റേസ്ഡ് ടു n എന്നുള്ള ഫോർമുല അല്ലേ. അപ്പോൾ എന്ത് വരും? 2 × 3/4 എന്ന് വരും.
എത്രയാണ് 3/2. അപ്പോൾ 2^3/2 എഴുതാം. ഏത് ഫോർമുലായി? a⁻m × a⁻n എന്നുള്ള ഫോർമുല. a⁻m × a⁻n എന്താണ്? a⁻m + n ആണ്. അപ്പോൾ a⁻m + n ചെയ്യുമ്പോൾ എന്ത് വരും? 2^1 + 3 4/2 എന്ന് വരും. അതെത്രയാണ്? 2^2. 2^2 എത്രയാണ്? 4. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ ഫ്രാക്ഷൻ, ഓപ്ഷൻ ബി പോസിറ്റീവ് ഇൻറ്റീജർ, ഓപ്ഷൻ സി നെഗറ്റീവ് ഇൻറ്റീജർ, ഡി നൺ ഓഫ് ദീസ്. നമുക്ക് കിട്ടിയ ആൻസർ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ? അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. 81x⁴ ഡിവൈഡഡ് ബൈ y⁻8 ഹോൾ raised to 1/4 is simplified value. 81x⁴ divided by y⁻8 whole raised to 1/4 ന്റെ സിംപ്ലിഫൈഡ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 81 എന്ന് പറഞ്ഞാൽ നമുക്ക് 3^4 എഴുതാമല്ലോ. 3^4 എന്ന് പറയുന്നതാണ് 81. അപ്പോൾ 3^4 × x⁴ whole divided by y⁻8 1/4. 1/y⁻8 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? y⁻8 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്താണ്? 3^4 × x⁴ y⁻8 whole raised to 1/4. ഓരോന്നിനും പവർ കൊടുക്കാമല്ലോ. എന്താണ്? 3^4 whole raised to 1/4 × x⁴ whole raised to 1/4 y⁻8 whole raised to 1/4. 4 whole raised to 1/4 എന്താണ്? 4 × 1/4 1 ആണ്. ആൻസർ എന്ത് വരും? 3 വരും. ഇൻറ്റു x⁴ whole raised to 1/4 4 × 1/4 1 വരും. ആൻസർ എന്താണ്? x വരും. y⁻8 whole raised to 1/4 8 × 1/4 2 ആണ്. അപ്പോൾ എന്ത് വരും? y². അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 3xy² ആയിരിക്കും. 3xy² ആയിരിക്കും. അതെന്ന് പറയാൻ നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും. x⁻a - b × x⁻b - e × x⁻z - is equal to ഇതെന്ന് പറഞ്ഞാൽ ഏത് ഫോർമുലാണ്? a⁻m × a⁻n എന്നുള്ള ഫോർമുലയിലെ ബേസ് സെയിം ആണ്. പ്രൊഡക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. എല്ലാത്തിൻ്റെയും ബേസ് x ആണ്. അപ്പം എന്ത് വരും? പവേഴ്സ് ആഡ് ചെയ്താൽ പോരെ. എന്താണ്? x⁻a - b + b - c + c - a എന്ന് വരും. a - a 0 - b + b 0 - c + c 0. അപ്പം ഫൈനൽ ആൻസർ എന്താണ്? x⁻0 എന്ന് വരും. ഇനി നമ്പർ ⁻0 എത്രയാണ് ആൻസർ? നമുക്ക് കിട്ടിയത് എന്താണ്? 1 ആണ്. അത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? curly bracket cube whole square into 4 square whole cube into 5 cube whole square curly bracket close ചെയ്തു divided by curly bracketiനുള്ളിൽ എന്താണ് 3 square whole cube into 4 cube whole square into 5 square whole cube എന്താണ് 3 cube whole square എന്താണ് a raised to m whole raised to n എന്നുള്ള ഫോർമുല ആണ്. അപ്പോൾ 3 cube whole square നെ എങ്ങനെ എഴുതാം? നമുക്ക് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? 3 × 2 6 വരും. curly bracket 3 raised to 6 എന്ന് വരും into 4 raised to 2 whole cube എന്നാണ്. അപ്പോൾ 2 × 3 6 അപ്പോൾ 4 raised to 6 into 5 raised to 3 × 2 6 divided by 3 raised to 2 whole cube അപ്പോൾ എന്താണ് 3 raised to 2 × 3 6 into 4 raised to 3 × 2 6 into 5 raised to 2 whole cube അപ്പോൾ 5 raised to 2 × 3 5 raised to 6 3 raised to 6 ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട് ക്യാൻസൽ ചെയ്യാം. 4 raised to 6 ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട് ക്യാൻസൽ ചെയ്യാം. 5 raised to 6 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട് ക്യാൻസൽ ചെയ്യാം. മിച്ചം പറഞ്ഞാൽ 1/1 ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻസർ ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ട്രൂ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൻ്റെ അകത്ത് നിന്ന് ഏതാണ് ട്രൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്നാ? എല്ലാത്തിൻ്റെയും പവർ 0 ആണ്. ഇനി നമ്പർ raised to 0 എന്താണ്? 1 ആണ്. 2 raised to 0 എന്ന് പറയുന്നതും 1 ആണ്. 1/2 raised to 0 എന്ന് പറയുന്നതും 1 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 2 raised to 0 ഗ്രേറ്റർ ദാൻ 1/2 raised to 0 ആണോ? അല്ല.
2 raised to 0 എന്ന് പറയുന്നതും 1 ആണ്, 1/2 raised to 0 എന്ന് പറയുന്നതും 1 ആണ്. അതുകൊണ്ട് 2 raised to 0 ഗ്രേറ്റർ ആണോ? അല്ല. പിന്നെ ഓപ്ഷൻ എന്താണ്? 2 raised to 0 ലെസ് ദാൻ 1/2 raised to 0. അതും ഫോൾസ് ആണ്. പിന്നെ എന്താണ്? 2 raised to 0 is equal to 1/2 whole raised to 0 ഈക്വൽ ആണ്. അപ്പൊ ശരിയാണല്ലോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും ട്രൂ. x raised to 1/p is equal to y raised to 1/q is equal to z raised to 1/r and x y z is equal to 1. And value of p plus q plus r ആണ് question. Value of p plus q plus r. x raised to 1/p is equal to y raised to 1/q is equal to z raised to 1/r എന്നും x y z എന്ന് പറയുന്നത് 1 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ p plus q plus r ആണ് കണ്ടുപിടിക്കേണ്ടത്. x raised to 1/p യും y raised to 1/q യും z raised to 1/r ഉം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ആയതുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റിനെ k എന്ന് കൊടുക്കാം. x raised to 1/p is equal to k എന്ന് എടുക്കാമല്ലോ. x raised to 1/p equal to k എന്ന് എടുക്കാം. x raised to 1/2 എന്ന് പറയുന്നത് 4 ആയിരുന്നെങ്കിൽ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. കാരണം എന്തിനാണ്? 1/2 എന്നുള്ള പവർ മാറ്റി 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ്? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. അപ്പൊ എന്ത് വരും? x is equal to 16 എന്ന് വരും അല്ലേ? x equal to 16 എന്ന് വരും. x raised to 1/3 equal to 3 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പവർ 1 ആക്കാൻ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ ക്യൂബ് എടുക്കും. അപ്പൊ എന്താണ്? x raised to 1/3 ക്യൂബ് 3 ക്യൂബ്. 1/3 ക്യൂബ് x എന്ന് വരും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 വരും. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? x raised to 1/p എന്നാണ്. എക്സിന്റെ പവർ 1 ആക്കാൻ എന്താണ് ചെയ്യുന്നത്? raised to p. അപ്പം x raised to 1/p whole raised to p k raised to p. രണ്ട് സൈഡിലും p യുടെ പവർ എടുത്തു. അപ്പൊ x is equal to k raised to p എന്നാണ്. സെയിം മെത്തേഡ് നമുക്ക് എന്താണ്? y raised to 1/q is equal to k എന്ന് എടുക്കാമല്ലോ. 1/q എന്നാണ്. അപ്പൊ നമുക്ക് qth പവർ ആണ് എടുക്കുന്നത്. അപ്പൊ y raised to 1/q whole raised to q k raised to q എന്ന് വരും. അപ്പൊ എത്ര വരും? y is equal to k raised to q എന്ന് വരും. എന്താണ്? z raised to 1/r is equal to k എന്നാണ്. r ന്റെ പവർ ആണ് എടുക്കേണ്ടത്. അപ്പൊ z raised to 1/r whole raised to r k raised to r എന്ന് വരും. അപ്പൊ എന്താ വരും? z is equal to k raised to r എന്ന് വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? x y z is equal to 1 എന്നത് തന്നിട്ടുണ്ട്. x എന്ന് പറഞ്ഞ എന്താണ് നമുക്ക് കിട്ടിയത്? k raised to p എന്നാണ്. y എന്ന് പറഞ്ഞ എന്താണ് കിട്ടിയത്? k raised to q എന്നാണ്. z എന്ന് പറഞ്ഞ കിട്ടിയത് എന്താണ്? k raised to r ആണ്. is equal to 1. എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കിട്ടിയതിനകത്ത് എല്ലാത്തിന്റെയും ബേസ് സെയിം അല്ലേ? എല്ലാത്തിന്റെയും ബേസ് k ആണ്. അത് പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? k raised to p plus q plus r is equal to 1 എന്ന് വരും. ഏതിന്റെ പവർ എടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ 1 വരുന്നത്? ഏതെങ്കിലും നമ്പറിന്റെ പവർ 0 ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ആൻസർ 1 അല്ലേ? അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1ന് പകരം k raised to 0 എന്ന് എഴുതാമല്ലോ. രണ്ട് സൈഡിലും ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ p plus q plus r is equal to 0 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? p plus q plus r ന്റെ ആൻസർ 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The value of y raised to a minus b into y raised to b minus c into y raised to c minus a into y raised to minus a minus b ആണ്. എല്ലാത്തിന്റെയും ബേസ് സെയിം ആണ്. ബേസ് y ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് y raised to a minus b plus b minus c plus c minus a plus minus a minus b. അപ്പൊ എന്താണ്? a minus a ക്യാൻസൽ ആകും. minus b plus p cancel ആയി. then minus c plus c cancel ആയി. മിച്ചം എന്ത് വന്നു? minus a minus b. അപ്പൊ y raised to minus a minus b ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. y raised to minus a minus b ക്കകത്ത് നമുക്ക് മൈനസ് കോമൺ എടുക്കാമല്ലോ. അപ്പൊ മൈനസ് ഓഫ് a plus b എന്ന് എഴുതാം.
y raised to minus of a plus b എന്ന് എഴുതാം. ഇത് നമ്മുടെ ഓപ്ഷനിലില്ല. x raised to minus ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by x raised to 1 എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ y raised to minus of a plus b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by y raised to a plus b എന്ന് എഴുതാം. ഇത് നമ്മുടെ ഓപ്ഷനിനകത്തുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ 1 by y raised to a plus b ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ട്രൂ ഓപ്ഷൻ ഈസ് തന്നിരിക്കുന്നതിനകത്ത് ട്രൂ ഏതാണ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? x raised to 2 by 3 is equal to cube root of x square. x raised to 2 by 3 is equal to ക്യൂബ് റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? raised to 1 by 3 എന്ന് എഴുതാം. അപ്പം x square whole raised to 1 by 3 എന്ന് എഴുതാം. അപ്പം x raised to 2 by 3 is equal to x raised to 2 into 1 by 3 2 by 3 രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പം ഇത് ട്രൂ ആണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? x raised to 2 by 3 is equal to സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് ആണ്. സ്ക്വയർ റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2 എന്ന് എഴുതാം. എന്താണ്? എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1 by 2 എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു 3 by 2 ആണ്. ഈക്വൽ ആണോ? അല്ല. അതെന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓപ്ഷൻ എന്താണ്? എക്സ് റേസ് ടു 2 by 3 ഗ്രേറ്റർ ദാൻ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. നമ്മൾ ഓൾറെഡി 2 by 3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കുമല്ലോ. ആയിരിക്കും. എന്താണ്? നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ലെസ് ദാനും അല്ല ഗ്രേറ്റർ ദാനും അല്ല. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ എക്സ് റേസ് ടു 2 by 3 is equal to ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The simplified value of 16x raised to minus 3y square into 8 raised to minus 1 into x cube into y raised to minus 2. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് നമുക്ക് വേണ്ടത്. അപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു നെഗറ്റീവ് വന്നതെല്ലാം നമുക്ക് മാറ്റാമല്ലോ. അപ്പം എന്ത് വരും? 16 into 1 by x cube എന്ന് എഴുതാം into y square into 8 raised to minus 1നെ 1 by 8 എന്ന് എഴുതാം into x cube into y raised to minus 2നെ 1 by y square എന്ന് എഴുതാം. സ്ക്വയറും y സ്ക്വയറും ക്യാൻസൽ ചെയ്യാമല്ലോ. എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്യാം. മിച്ചം എന്താണ്? 16 by 8. 16 by 8 വരുമ്പോൾ എന്താണ്? 8 into 2 എന്ന് പറയുന്നത് 16 ആണ്. നമ്മുടെ ആൻസർ എന്ത് വരും? 2 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The value of 8 by 27 whole raised to minus 1 by 3 into 32 by 243 whole raised to minus 1 by 5. എന്താണ്? raised to 1 by 3 ആണ്. ഫസ്റ്റ് ടേമിനകത്ത് raised to 1 by 3 ആണ്. അപ്പം നമുക്ക് 8നെയും 27നെയും 3യുടെ പവർ വരുന്നതായിട്ട് എഴുതണം. 27 ഏതിൻ്റെ തേർഡ് പവർ ആണ്? 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. അപ്പം നമുക്ക് 8നെ 2 ക്യൂബ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 27 എന്ന് പറയുന്നത് 3യുടെ ക്യൂബാണ്. അപ്പോൾ 3 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? -1 by 3. ഇവിടെ റേസ് ടു -1 by 5 ആണ്. അപ്പോൾ 32നെ ഏതിൻ്റെ ഫിഫ്ത്ത് പവർ ആക്കി എഴുതാം? 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 32ന് പകരം 2 raised to 5 എന്ന് എഴുതാം. 2 raised to 5 divided by എന്ന് പറയുന്നതോ 3 raised to 5 ആണ് 243. അപ്പോൾ 3 raised to 5 എന്ന് എഴുതാം. raised to -1 by 5. 3 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 by 3 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഹോൾ raised to എന്താണ്? -1 by 3 into 2 raised to 5 by 3 raised to 5നെ 2 by 3 whole raised to 5 then whole raised to എന്താണ്? -1 by 5 into -1 by 3 എന്താ വരും? -1 വരും. അപ്പോൾ 2 by 3 whole raised to -1 into by 3 whole raised to 5 into -1 by 5 -1. രണ്ടും ബേസ് 2 by 3 ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് ആഡ് ചെയ്താൽ പോലെ ബേസ് 2 by 3 ആണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പവേഴ്സ് ആഡ് ചെയ്യുക. എന്താണ്? 2 by 3 ഹോൾ റേസ് ടു -1 പ്ലസ് -1 എന്താണ്? -2. 2 by 3 ഹോൾ റേസ് ടു -2 എന്ന് വന്നു. നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. 2 by 3 ഹോൾ റേസ് ടു -2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ സെപ്പറേറ്റ് പവർ കൊടുക്കുമ്പോൾ എന്ത് വരും? 2 raised to -2 by 3 raised to -2 എന്ന് വരും. 2 raised to -2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2 സ്ക്വയർ എന്ന് എഴുതാം. into 3 raised to -2 എന്നാണ്. അപ്പം അതിനെ 1 by 3 സ്ക്വയർ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വരുമ്പോൾ എന്താണ്? റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 by 2 സ്ക്വയർ into 3 സ്ക്വയർ by 1 എന്ന് വരും.
എന്ത് വന്നു 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞു. 3 സ്ക്വയർ എന്താണ് 9 ആണ്, 2 സ്ക്വയർ എന്താണ് 4 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും 9/4. ഓപ്ഷൻ എ 9/4 ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? x plus y whole raised to 2/3 into x minus y whole raised to 3/2 whole divided by root of x plus y into root of x minus y whole cube whole raised to 6. നമുക്ക് റൂട്ടിനെ raised to 1/2 എഴുതാമല്ലോ. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള root of x plus y നെ x plus y whole raised to 1/3 എഴുതാം. curly bracket x plus y whole raised to 2/3 whole divided by x plus y whole raised to 1/2 എഴുതാമല്ലോ. ഈ ന്യൂമറേറ്ററിലുള്ള എന്താണ് x minus y whole raised to 3/2 ആണ്. ഡിനോമിനേറ്ററിൽ എന്താണ് root of x minus y whole cube ആണ്. എഴുതാം x minus y whole cube റൂട്ടിൻ്റെത് raised to 1/2 എന്ന് എഴുതാം. whole raised to എന്താണ് 6. ഇവിടെ എങ്ങനെയാണ് x plus y whole raised to 2/3 by x plus y whole raised to 1/2 raised to m by a raised to n എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ എന്താണ് a raised to m minus n ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും x plus y whole raised to a raised to m minus n എന്താണ് 2/3 minus 1/2 എന്ന് വരും. 3 minus 1/2 എത്രയാണ് 4 minus 3/6 4 minus 3 1/6. അപ്പോൾ x plus y whole raised to 1/6. x minus y whole raised to 3/2 divided by x minus y whole raised to 3 whole raised to 1/2 whole raised to 3 whole raised to 1/2. അപ്പോൾ എന്താണ് a raised to m എന്ന് എഴുതാം. അപ്പോൾ എന്ത് എഴുതാം 3 into 1/2 3/2 എന്ന് എഴുതാം. x minus y whole raised to 3/2 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം അല്ലേ. x minus y whole raised to 3/2 ഡിനോമിനേറ്ററിലും x minus y whole raised to 3/2. നമുക്ക് എന്താണ് x plus y whole raised to 1/6 whole raised to 6. വീണ്ടും a raised to m whole raised to n എന്നുള്ള ഫോമിൽ വന്നാൽ എന്താണ് a raised to m എന്നാണ്. അപ്പോൾ എന്താണ് 1/6 into 6 1 ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ x plus y എന്നായിരിക്കും. x plus y എന്നുള്ളത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി x plus y ആയിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? ഇത് സിംപ്ലിഫൈഡ് വാല്യൂ ഓഫ് 125 whole raised to 2/3 into root 25 into cube root of 5 cube into 5 raised to 1/2. 125 എന്നുള്ളത് 5ന്റെ ക്യൂബ് അല്ലേ. 125ന് നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ 5 ക്യൂബ് ഹോൾ റേസ്ഡ് ടു 2/3. ഇനി റൂട്ട് 25ന് നമുക്ക് എങ്ങനെ എഴുതാം? 25 raised to 1/2 എന്ന് എഴുതാം. 25 എന്ന് പറഞ്ഞാൽ എന്താണ് 5 സ്ക്വയർ ആണ്. അപ്പോൾ 5 സ്ക്വയർ ഹോൾ റേസ്ഡ് ടു 1/2 എന്ന് എഴുതാം. 5 സ്ക്വയർ ഹോൾ റേസ്ഡ് ടു 1/2 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 5 ക്യൂബ്. ക്യൂബ് റൂട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം 1/3. അപ്പോൾ 5 ക്യൂബ് ഹോൾ റേസ്ഡ് ടു 1/3 ഇൻറ്റു 5 raised to 1/2. 3 into 2/3 3 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ് 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഹോൾ റേസ്ഡ് ടു 1/2 2 into ക്യാൻസൽ ചെയ്യുമ്പോൾ 5 raised to 1 ഇൻറ്റു 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 raised to 1 into 5 raised to 1/2. എല്ലാത്തിൻ്റെയും ബേസ് 5 ആണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പവർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് 2 + 1 + 1 + 1/2. 2 + 1 3 3 + 1 4 4 + 1/2 8 + 1/2 9/2. അപ്പോൾ 5 raised to 9/2 ആയിരിക്കും ആൻസർ. അത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും. അതിൽ 1 മൈനസ് കർലി ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് 1 മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു -1 ഹോൾ റേസ് ടു -1 ദ ഹോൾ റേസ് ടു -1/2 ആണ്. ഫസ്റ്റ് എന്താണ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു -1 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പം 1 മൈനസ് 1/1 മൈനസ് എക്സ് സ്ക്വയർ നല്ല ഇത് അതെന്ത് ചെയ്യാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും 1 മൈനസ് എക്സ് സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ.
1 minus 1 പോയി, മിച്ചം എന്ത് വന്നു? മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ കേർലി ബ്രാക്കറ്റ് എന്താണ്? 1 minus 1 minus x square whole raised to minus 1 whole raised to minus 1. അതായത് ഇതേ raised to minus 1 ആണല്ലോ. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്ത് വരും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദേ ഹോൾ raised to minus 1 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 minus x square divided by minus x square എന്ന് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റ് 1 മൈനസ് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസും മൈനസും പ്ലസ് ആയി. ഹോൾ റേസ് ടു എന്താണ്? മൈനസ് 1/2. ഇനി ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. ഹോൾ റേസ് ടു മൈനസ് 1/2. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി വെച്ച് എന്താണ്? 1/x സ്ക്വയർ ഹോൾ റേസ് ടു മൈനസ് 1/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആൻസർ എത്ര വരും? എക്സ് ആയിരിക്കും ഫൈനൽ ആൻസർ. ഓപ്ഷൻ എ എക്സ് ആയിരിക്കും ആൻസർ. എന്താണ്? x raised to n whole raised to n minus 1 by n whole raised to 1 by n plus 1. First എന്ത് ചെയ്യാം? x raised to n whole raised to n minus 1 by n. n minus 1 by n നെ നമുക്ക് എങ്ങനെ എഴുതാം? n square minus 1 by n എന്ന് എഴുതാം. x raised to n into n minus 1 by n ആണ്. n into n minus 1 by n വരുമ്പോൾ എന്ത് വരും? n into n minus 1 by n എന്ന് പറയുന്നത് എന്താണ്? n into n minus 1 by n എന്താണ്? n square minus 1 by n ആണ്. n n ക്യാൻസൽ ആയി ആൻസർ എന്താ? n square minus 1 എന്ന് വരും. അപ്പം ഈ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എങ്ങനെ എഴുതാം? x raised to n square minus 1 എഴുതാം. ഹോൾ ഇൻറ്റു എന്താണ്? 1 by n plus 1 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to n square minus 1 divided by n plus 1 എന്ന് എഴുതാം. n square minus 1 എന്നുള്ളത് a square minus b square എന്നുള്ള ഫോമിലാണ്. അതിനെ അപ്പം a plus b into a minus b എന്ന് എഴുതാം. അപ്പം എന്താണ്? n square minus 1നെ n plus 1 into n minus 1 എന്ന് എഴുതാം. അപ്പം എന്ത് വരും? n square minus 1നെ x raised to n plus 1 into n minus 1 whole divided by n plus 1. n plus 1 n plus 1 ക്യാൻസൽ ആയി വെച്ച് എന്ത് വന്നു? x raised to n minus 1 എന്നായിരിക്കും ആൻസർ. x raised to n minus 1 ആയിരിക്കും ആൻസർ. ഇതാണ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. If a cube minus b cube is equal to a minus b into a plus b square, then find form of x raised to l by x raised to m whole raised to l square plus lm plus m square into x raised to m by x raised to n whole raised to m square plus mn plus n square into x raised to n by x raised to l whole raised to l square plus ln plus n square. raised to l by x raised to m, a raised to m by a raised to n എന്നുള്ള ഫോർമുല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ബേസ് സെയിം ആണ്, ഡിവൈഡ് ചെയ്ത് എടുക്കണം. അപ്പം എന്താണ് ചെയ്യുന്നത്? പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് അപ്പം എൽ മൈനസ് എം എന്ന് എഴുതാമല്ലോ. അപ്പം എക്സ് റേസ് ടു എൽ മൈനസ് എം എഴുതാം. എക്സ് റേസ് ടു എൽ മൈനസ് എം ഹോൾ ഇൻറ്റു എന്താണ്? എൽ സ്ക്വയർ എൽ പ്ലസ് എൽ എം പ്ലസ് എം സ്ക്വയർ. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. അപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാമല്ലോ. എന്താണ്? എൽ സ്ക്വയർ പ്ലസ് എൽ എം പ്ലസ് എം സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു എന്താണ്? എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ. അതിനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാം. ഹോൾ റേസ് ടു എന്താണ്? എം സ്ക്വയർ പ്ലസ് എം എൻ പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് എൽ എൽ സ്ക്വയർ പ്ലസ് എൽ എൻ പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതാം. ഓരോന്നിൻ്റെ പവേഴ്സ് നോക്കി. എൽ മൈനസ് എം ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് എൽ എൻ പ്ലസ് എം സ്ക്വയർ എന്നല്ലേ കിടക്കുന്നത്. അതെന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് എല്ലും ബിയുടെ സ്ഥാനത്ത് എമ്മും ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എൽ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് എഴുതാം. എക്സ് റേസ് ടു എൽ ക്യൂബ് മൈനസ് എം ക്യൂബ് എന്ന് എഴുതാം. ഇനി
ഇതെന്താണ് m മൈനസ് n ഇൻറ്റു എം സ്ക്വയർ പ്ലസ് എം എൻ പ്ലസ് എൻ സ്ക്വയർ എന്നുള്ളത് എക്സ് റേസ് ടു എൻ ക്യൂബ് മൈനസ് എൻ ക്യൂബ് എന്ന് എഴുതാമല്ലോ. എക്സ് റേസ് ടു എൻ മൈനസ് എൽ ഇൻറ്റു എൽ സ്ക്വയർ പ്ലസ് എൽ എൻ പ്ലസ് എൻ സ്ക്വയർ എന്നാണ്. അതെന്താണ് എൻ ക്യൂബ് മൈനസ് എൽ ക്യൂബിൻ്റെ ഫോമിലാണ്. അപ്പം ഇൻറ്റു എക്സ് റേസ് ടു എൻ ക്യൂബ് മൈനസ് എൽ ക്യൂബ് എന്ന് എഴുതാം. അതിൻ്റെയും ബേസ് എക്സ് ആണ്, പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പം എന്താണ് പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് റേസ് ടു എൽ ക്യൂബ് മൈനസ് എൻ ക്യൂബ് പ്ലസ് എൻ ക്യൂബ് മൈനസ് എൻ ക്യൂബ് പ്ലസ് എൻ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. എൽ ക്യൂബും എൽ ക്യൂബും ക്യാൻസൽ ചെയ്യാമല്ലോ. 10 മൈനസ് എം ക്യൂബും പ്ലസ് എം ക്യൂബും ക്യാൻസൽ ചെയ്യാം. പിന്നെന്താണ് മൈനസ് എൻ ക്യൂബും പ്ലസ് എൻ ക്യൂബും ക്യാൻസൽ ചെയ്യാം. അപ്പം വെച്ച് എന്ത് വരും, എക്സ് റേസ് ടു 0 എന്നായിരിക്കും. എക്സ് റേസ് ടു 0 ഇനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ 1 ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈസ് ഇക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി, then tick the correct of this when x is equal to p raised to 1/3 minus p raised to minus 1/3. ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് അറിയേണ്ടത്. പിന്നെന്താണ് തന്നിരിക്കുന്നത്, x is equal to p raised to 1/3 minus p raised to minus 1/3 എന്നാണ്. അതിനു മുമ്പ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, if x is equal to a raised to 1/3 minus a raised to minus 1/3 then x cube plus 3x is equal to a minus 1/a എന്ന് പറയുന്നത് എ റേസ് ടു 1/3 മൈനസ് എ റേസ് ടു മൈനസ് 1/3 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 3x എന്ന് പറയുന്നത് എ മൈനസ് 1/a എന്നാണ്. എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു 1/3 പ്ലസ് എ റേസ് ടു മൈനസ് 1/3 ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 3x എന്ന് പറയുന്നത് എ പ്ലസ് 1/a ആണ്. ഇവിടെ ഏത് ഫോമിലാണ് കിടക്കുന്നത്, പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3 ഈ ഫോമിലാണ്. എ റേസ് ടു 1/3 മൈനസ് എ റേസ് ടു മൈനസ് 1/3. അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നതെന്നാ പറഞ്ഞേ, എക്സ് ക്യൂബ് പ്ലസ് 3x എന്ന് പറയുന്നത് എ മൈനസ് 1/a എന്നാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് പി ആണ്. അപ്പോൾ പി മൈനസ് 1/p ആയിരിക്കും ആൻസർ വരുന്നത്. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x ഇസ് ഇക്വൽ ടു പി മൈനസ് 1/p ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഓൺ സിംപ്ലിഫിക്കേഷൻ 1/1 പ്ലസ് എ റേസ് ടു എം മൈനസ് എൻ പ്ലസ് എ റേസ് ടു എം മൈനസ് പി പ്ലസ് 1/1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് എം പ്ലസ് എ റേസ് ടു എൻ മൈനസ് പി പ്ലസ് 1/1 പ്ലസ് എ റേസ് ടു പി മൈനസ് എം പ്ലസ് പി പ്ലസ് എ റേസ് ടു പി മൈനസ് എൻ എന്നാണ്. എ റേസ് ടു എം മൈനസ് എൻ എന്നാണ്. എ റേസ് ടു എം മൈനസ് എൻ വരുന്നത് എപ്പോഴാണ്, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ വരുമ്പോഴാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ റേസ് ടു എം ബൈ എ റേസ് ടു എം എന്ന് എഴുതാം. എ റേസ് ടു എം മൈനസ് പിനെ നമുക്ക് എ റേസ് ടു എം ബൈ എ റേസ് ടു പി എന്ന് എഴുതാം. എ റേസ് ടു എൻ മൈനസ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു എൻ ബൈ എ റേസ് ടു എൻ മൈനസ് പിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു എൻ ബൈ എ റേസ് ടു പി എന്ന് എഴുതാം. എ റേസ് ടു പി മൈനസ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ റേസ് ടു പി ബൈ എ റേസ് ടു എം എന്ന് എഴുതാം. എ റേസ് ടു പി ബൈ പി മൈനസ് എന്നിനെ എ റേസ് ടു പി ബൈ എ റേസ് ടു എൻ എന്ന് എഴുതാം. ഇനി എന്താണ് 1/1 പ്ലസ് ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും, എ റേസ് ടു എം എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം എ റേസ് ടു എൻ ഹോൾ ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എ റേസ് ടു പി എന്ന് എഴുതാം. പ്ലസ് 1/, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് എ റേസ് ടു എൻ എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എൻ എ റേസ് ടു എം ഹോൾ ബൈ എ റേസ് ടു എം എ റേസ് ടു പി എന്ന് എഴുതാം. പ്ലസ് 1/1 പ്ലസ് എ റേസ് ടു പി എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു പി എ റേസ് ടു എം എന്ന് എഴുതാം. ഹോൾ ബൈ എ റേസ് ടു എം എ റേസ് ടു എൻ എന്ന് എഴുതാം. ഇനി എന്താണ്, നമുക്ക് വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 1 പ്ലസ് ഈ ഫ്രാക്ഷൻ എന്നാണ് എടുക്കുന്നത്. അപ്പം വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1/, എ റേസ് ടു എൻ എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് എഴുതാം. പ്ലസ് 1/, എ റേസ് ടു എം
a raised to p plus a raised to n, a raised to p plus a raised to n, a raised to m എന്ന് എഴുതാം. ഹോൾ ബൈ എന്താണ് a raised to m into a raised to p. ഇവിടെ എന്താണ് ഹോൾ ബൈ a raised to n into a raised to p പ്ലസ് ഇങ്ങനെ എഴുതാം 1 ബൈ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a raised to m, a raised to n plus a raised to p, a raised to n plus a raised to p, a raised to m whole divided by a raised to m, a raised to n എന്ന് എഴുതാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ആണ്. അപ്പം എന്താണ് ന്യൂമറേറ്ററിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ന്യൂമറേറ്ററിൽ എന്താണ് 1 ആണ്. ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ വരുമ്പോൾ എന്ത് വരും? a raised to n into a raised to p divided by 3 വരും. എന്താണ് 1 into അത് പറയുമ്പോൾ അത് തന്നെ. അപ്പം a raised to n into a raised to p divided by a raised to n, a raised to p plus a raised to m, a raised to p plus a raised to m, a raised to n plus same process അല്ലെങ്കിലും എന്താണ് a raised to m, a raised to p whole divided by a raised to m, a raised to p plus a raised to m, a raised to p plus a raised to n, a raised to n plus a raised to m, a raised to n whole by a raised to m, a raised to n plus a raised to p, a raised to n plus a raised to p, a raised to m. ഇവിടെ നോക്കിയാൽ എന്താ പ്രത്യേകത? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഇവിടെ a raised to n, a raised to p ഉണ്ട്, ഇവിടെയും ഉണ്ട്. a raised to n, a raised to p ഇവിടെയും ഉണ്ട്. a raised to m into a raised to p, a raised to m into a raised to p ഇവിടെയും ഉണ്ട്. a raised to m into a raised to p ഇവിടെയും ഉണ്ട്. എന്താണ് a raised to m into a raised to n, a raised to m into a raised to n ഇവിടെ ഉണ്ട്. പിന്നെ a raised to m into a raised to n ഇവിടെ ഉണ്ട്. അപ്പം മൂന്നിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ നമ്മൾ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് വരും? a raised to n, a raised to p plus a raised to m, a raised to p plus a raised to m, a raised to n whole divided by a raised to m, a raised to n plus a raised to p, a raised to n plus a raised to p, a raised to m. ഇത് തന്നെയല്ലേ നമ്മുടെ ന്യൂമറേറ്റർ വന്നിരിക്കുന്നത്. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് ആൻസർ എന്ത് വരും? 1 ആയിരിക്കും ആൻസർ. പറഞ്ഞ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? the value of x to a by x raised to b whole raised to a plus b into x raised to b by x raised to c whole raised to b plus c into x raised to z by x raised to a whole raised to c plus a. ഇവിടെ എന്താണ് പ്രത്യേകത? ബേസ് സെയിം ആണ്, ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് റേസ് ടു എ ബൈ എക്സ് റേസ് ടു ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എ മൈനസ് ബി എന്ന് എഴുതാം. എക്സ് റേസ് ടു ബി ബൈ എക്സ് റേസ് ടു സിനെ എക്സ് റേസ് ടു ബി മൈനസ് സി എന്ന് എഴുതാം. ദെൻ എക്സ് റേസ് ടു സി ബൈ എക്സ് റേസ് ടു എ എക്സ് റേസ് ടു സി മൈനസ് എ എന്ന് എഴുതാം. എക്സ് റേസ് ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, x raised to b minus c into b plus c, x raised to c minus a into c plus a എന്നാണ് കിട്ടിയത്. a minus b into a plus b എന്ന് പറഞ്ഞാൽ എന്താണ്? a square minus b square. അപ്പം x raised to a square minus b square എഴുതാം. then b minus c into b plus c എന്താണ്? b square minus c square into x raised to c minus a into c plus c. അപ്പോൾ c square minus a square. ഇവിടെ എന്താണ്? ബേസ് സെയിം ആണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം എന്താണ്? എക്സ് റേസ് ടു എ സ്ക്വയറും ക്യാൻസലായി, മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻസലായി, മൈനസ് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ക്യാൻസലായി വെച്ച് എന്ത് വന്നു? റേസ് ടു 0. എക്സ് റേസ് ടു 0 എന്താണ്? 1. ഇനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും.
അതാണ് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ് ഈക്വൽ ടു 3⁻1/3 പ്ലസ് 3⁻1/3 3x ക്യൂബ് മൈനസ് 9x ഈസ് 3x ക്യൂബ് മൈനസ് 9x ഈസ് നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? 3x ക്യൂബ് മൈനസ് 9x എന്നാണ്. രണ്ട് ടേമിലും 3 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 3x ക്യൂബ് മൈനസ് 3x. ഓൾറെഡി പഠിച്ചു. എന്താണ് ഇഫ് എക്സ് ഈസ് ഇക്വൽ ടു a⁻1/3 പ്ലസ് a⁻−1/3 ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 3x എന്ന് പറയുന്നത് a പ്ലസ് 1/a ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ എന്ത് 3 ഇൻറ്റു ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? 3 ആണ്. ബൈ എ എന്നല്ലേ? എയുടെ സ്ഥാനത്ത് 3 ആണ്. 1/a 1/3. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 3x എന്ന് നമുക്ക് എന്ത് എഴുതാം? 3 പ്ലസ് 1/3 എഴുതാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3 9 പ്ലസ് 3 ഇൻറ്റു 1/3 1 9 പ്ലസ് 1 10 ആയിരിക്കും നമ്മുടെ ആൻസർ. എന്താണ്? ഇഫ് a⁻x ഈക്വൽ ടു b b⁻y ഈക്വൽ ടു c c⁻z ഈസ് ഈക്വൽ ടു a then x y z ഈസ് തന്നിരിക്കുന്നത്. a⁻x ഈസ് ഈക്വൽ ടു b എന്നാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത്? c⁻z ആണ്. അപ്പം നമുക്ക് a⁻x-ന് എക്ക് പകരം c⁻z ഇട്ട് കൊടുക്കാം. അപ്പോൾ c⁻z ഹോൾ റേസ് ടു എക്സ് ഈസ് ഇക്വൽ ടു ബി എന്ന് വരും. എന്ന് വെച്ചാൽ c⁻x(z) ഈസ് ഇക്വൽ ടു ബി. ബി എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത്? b⁻y എന്നാണ്. അപ്പം സിക്ക് പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? b⁻y. അപ്പം b⁻y ഹോൾ റേസ് ടു xz ഈസ് ഇക്വൽ ടു ബി എന്ന് വരും. എന്താണ്? b⁻xyz ഈസ് ഇക്വൽ ടു ബി എന്ന് പറയും. ഈക്വൽ ടു സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും ബി ആണ് ബേസ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? b⁻1 പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് വരും? xyz ഈസ് ഇക്വൽ ടു 1 എന്ന് വരും. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? xyz ആയിരുന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടി? xyz ഈസ് ഇക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെ എന്താണ് ചെയ്യുന്നത്? a⁻x ഈക്വൽ ടു b എന്ന് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? c⁻z എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്ക് പകരം ഇട്ട് കൊടുക്കാം c⁻z എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ c⁻z ഹോൾ റേസ് ടു x ഈക്വൽ ടു b എന്ന് വരും. c⁻xz ഈക്വൽ ടു b എന്ന്. നമുക്ക് c എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ്? b⁻y. അപ്പൊ സിക്ക് പകരം b⁻y എന്ന് പുട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് വന്നു? b⁻xyz ഈസ് ഈക്വൽ ടു b എന്ന് വന്നു. അപ്പം എന്താണ്? രണ്ട് സൈഡിലും ബേസ് സെയിം ആണ്. അപ്പോൾ പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? xyz ഈസ് ഇക്വൽ ടു 1 എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. 29th ക്വസ്റ്റ്യൻ the value of x raised to a by x raised to b whole raised to a square plus ab plus b square into x raised to b by x raised to c whole raised to b square plus bc plus c square into x raised to c by x raised to a whole raised to c square plus ca plus a square. ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ തേർഡ് ക്വസ്റ്റ്യനും ഇതുമാണ് സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അവിടെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് കിട്ടി? x⁻0 എന്ന് കിട്ടി. അപ്പം ഇവിടെ ആൻസർ എന്തായിരിക്കും? x⁻0 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x⁻0 എന്നായിരിക്കും. x⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇതാണ് തന്നിരിക്കുന്നത്. if 2⁻x ഈക്വൽ ടു 3⁻y ഈസ് ഈക്വൽ ടു 6⁻−2 then find 1/x plus 1/y plus 1/z. ഇത് മൂന്നും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യാം. അതെന്നാണ് നമുക്ക് k എന്ന് വരട്ടെ. എന്താണ്? 2⁻x ഈസ് ഈക്വൽ ടു k എന്ന് കൊടുക്കും. 2⁻x ഈസ് ഈക്വൽ ടു k എന്ന് കൊടുക്കാം. അപ്പം എന്താണ്? 2 ഈസ് ഈക്വൽ ടു k⁻1/x എന്ന് വരും. ഇനി എന്താണ്? 3⁻y എന്നാണ്. 3⁻y ഈസ് ഈക്വൽ ടു k. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഈക്വൽ ടു k⁻1/y എന്ന് വരും. 6⁻−z ഈസ് ഈക്വൽ ടു k എന്നാണ്. അപ്പം എന്ത് വരും? 6 is equal to k⁻1/z എന്ന് വരും. ഇത് മൂന്നും കമ്പയർ ചെയ്ത് എന്താണ്? ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 2ഉം 3 ആണ്. 6ന്റെ ഫാക്ടേഴ്സ് അല്ലേ 2ഉം 3ഉം. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം എന്താണ്? 2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? k⁻1/x എന്ന് എഴുതാം. ഇൻറ്റു 3യുടെ സ്ഥാനത്ത് എന്താണ്? k⁻1/z
1/y എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു 6ന്റെ സ്ഥാനത്ത് എന്താണ് k raised to minus 1/z എന്ന് എഴുതാം. അതാണ് k raised to 1/x plus k raised to 1/x into k raised to 1/y എന്താണ് a raised to m into a raised to n എന്നുള്ള ഫോമിൽ. അപ്പോൾ എന്ത് എഴുതാം a raised to m plus n. അപ്പോൾ k raised to 1/x plus 1/y is equal to k raised to minus 1/z എന്ന് വരും. ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും 1/x plus 1/y is equal to minus 1/z. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ 1/x plus 1/y plus 1/z ആണ്. അപ്പോൾ എന്താണ് y(x) plus 1/y plus 1/y minus 1/z ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും 1 plus 1/z ആകും is equal to എന്താണ് റൈറ്റിലുള്ള എല്ലാം നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. അപ്പം മിച്ചം അവിടെ എന്താണ് 0 plus 1/y plus 1/z എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടിയിട്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് 2 raised to x equal to 3 raised to y equal to 6 raised to minus z എന്ന് തന്നിട്ടുണ്ട്. Then find the value of 1/x plus 1/y plus 1/z ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റിനോട് ഇക്വേറ്റ് ചെയ്യും. നമ്മൾ ആ കോൺസ്റ്റന്റിനെ വിളിച്ച പേര് k എന്നാണ്. എന്താണ് 2 raised to x equal to k എന്നും 3 raised to y is equal to k എന്നും 6 raised to minus z equal to k എന്നും നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അത് ചെയ്യുമ്പോൾ എന്ത് വരും 2 raised to x equal to k 2 raised to x is equal to k എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാം 2 equal to k raised to 1/x എന്ന് എഴുതും. അതായത് ഇവിടെ പവർ x ആയിരുന്നു. അപ്പോൾ raised to 1/x രണ്ട് സൈഡിലും എടുത്തപ്പോൾ എന്താണ് 2 is equal to k raised to 1/x. അതുപോലെ തന്നെ 3 raised to y is equal to k എന്നുള്ളത് 3 is equal to k raised to 1/y എന്നും 6 raised to minus z എന്നുള്ളത് k raised to minus 1/z എന്നും ആണ്. ഈ മൂന്ന് ഇക്വേഷനെ കമ്പയർ ചെയ്ത് അപ്പോൾ എന്താണ് 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. എന്നാൽ എന്താണ് k raised to 1/x 3 എന്ന് പറഞ്ഞാൽ എന്താണ് k raised to 1/y 6 എന്ന് പറഞ്ഞാൽ എന്താണ് k raised to minus 1/z. എന്താണ് k raised to 1/x into k raised to 1/y എന്നുള്ളത് a raised to m into a raised to n എന്നുള്ള ഫോമിലാണ്. അപ്പോൾ a raised to m plus n എന്ന് എഴുതാം. അപ്പോൾ k raised to 1/x plus 1/y എന്ന് എഴുതി is equal to k raised to minus 1/z. ഇനി എന്താണ് ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പവേഴ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. പറഞ്ഞാൽ 1/x plus 1/y is equal to minus 1/z. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് 1/x plus 1/y plus 1/z ആണ്. 1/x plus 1/y plus 1/z കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം minus 1/z റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. ഇവിടെ minus 1/z ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ plus 1/z ആകും. അപ്പോൾ എന്താണ് റൈറ്റ് സൈഡിൽ ഒന്നുമില്ല എന്ന് വെച്ചാൽ എന്താണ് 0 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും 1/x plus 1/y plus 1/z എന്നുള്ളത് 0 ആകും. CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻഡിസസ് എന്ന യൂണിറ്റിലെ എക്സസൈസ് ആയ എക്സസൈസ് 1C ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഓൾ.